ജനം ഡിബേറ്റിൽ നടത്തിയ പരാമർശത്തിൽ പി.സി. ജോർജിനെ റിമാൻഡ് ചെയ്യാൻ ഉത്തരവ്. ജാമ്യാപേക്ഷ തള്ളി ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി. പി.സി. ജോർജിനെ അല്പസമയത്തിന് മുൻപ് ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കിയിരുന്നു. മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ജഡ്ജിയുടെ വീട്ടിൽ പി.സി. ജോർജിനെ ഹാജരാക്കിയതിന് ശേഷം നിലവിൽ ഇപ്പോൾ പി.സി. ജോർജ് എവിടെയാണ്? അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? കാരണം 6 മണിവരെയായിരുന്നു കസ്റ്റഡി കാലാവധി എന്ന് പറയുന്നത്. ഇനി പി.സി. ജോർജിനെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പി.സി. ജോർജിനെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായിട്ടുള്ള വിവരം. കൂടുതൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ പി.സി. ജോർജിന്റെ ആരോഗ്യ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് അനിവാര്യമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത്. ജഡ്ജി മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കിയതിനു ശേഷം ഇപ്പോൾ വാഹനം പി.സി. ജോർജുമായി വാഹനം മെഡിക്കൽ കോളേജ് ലക്ഷ്യമിട്ട് പോവുകയാണ്. അവിടെ പൾമണറി അടക്കമുള്ള വിഭാഗങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. കാരണം നമുക്കറിയാം, ഏതാണ്ട് വർഷങ്ങളായി ഓക്സിജന്റെ സഹായത്തോടെയാണ് രാത്രി പി.സി. ജോർജിന്റെ ഉറക്കം എന്നുള്ള കാര്യം ഇത്തരത്തിൽ മജിസ്ട്രേറ്റിനെ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ മറ്റ് ശാരീരികമായിട്ടുള്ള അനാരോഗ്യങ്ങളുടെ വിഷയങ്ങളും അതിന്റെ മെഡിക്കൽ റെക്കോർഡ്സും കോടതിയിൽ പി.സി. ജോർജിന്റെ അഭിഭാഷകൻ ഹാജരാക്കിയിരുന്നു. ഇതിനെല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അതിനിടെ തന്നെ റിമാൻഡിൽ വിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ജയിലിലെ അടിസ്ഥാന സൗകര്യത്തിന്റെ വിഷയത്തിൽ അടിസ്ഥാന സൗകര്യം ഒരുപക്ഷെ പി.സി. ജോർജിന് തികയാതെ വരും. കാരണം വലിയ രീതിയിലുള്ള മെഡിക്കൽ സഹായം ആവശ്യമായി വരും. അങ്ങനെയെങ്കിൽ കൂടുതൽ തയ്യാറെടുപ്പുകൾ എടുക്കുന്നതിനും കൂടുതൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പി.സി. ജോർജിനെ കൊണ്ടുപോകുന്നത്. അവിടെ വിശദമായിട്ടുള്ള പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ജയിലിലേക്ക് മാറ്റുന്നതടക്കമുള്ള പാലാ സബ് ജയിലിലേക്ക് മാറ്റുന്നതടക്കമുള്ള കാര്യത്തിൽ തീരുമാനമാവുക. ഏതായാലും ഇപ്പോൾ നിലവിൽ മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിലാണ്. വിശദമായിട്ടുള്ള പരിശോധന അവിടെ നടക്കും. ഒപ്പം ഈ മെഡിക്കൽ സംഘത്തിന്റെ എല്ലാം ഒരു അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പി.സി. ജോർജിനെ ജയിലിലേക്ക് മാറ്റുന്നതടക്കമുള്ള അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഈ മെഡിക്കൽ കണ്ടീഷൻ അടക്കം കൊണ്ടുവന്നിരുന്നു. ഇതിന്റെ എല്ലാം ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് റിമാൻഡിലേക്ക് വിടുകയും ചെയ്തു, മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാകുകയും ചെയ്തു. ഇതിലെ ഏറ്റവും അവസാനത്തെ ഒരു ഘട്ടം എന്നുള്ള നിലയ്ക്ക് വേണം, റിമാൻഡിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ ഘട്ടം എന്നുള്ള നിലയ്ക്ക് വേണം ഇപ്പോഴത്തെ ഈ വൈദ്യപരിശോധനയെ കാണാൻ. നേരത്തെ 2 പ്രാവശ്യമാണ് ഇന്നത്തെ ദിവസം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ആദ്യം കോട്ടയം ഈരാറ്റുപേട്ട കോടതിക്ക് തൊട്ട് മുൻപിലുള്ള CHCയിലേക്കാണ് ആദ്യഘട്ട പരിശോധനയ്ക്കായി കൊണ്ടുപോയത്. അവിടെ നിന്ന് പിന്നീട് DYSPയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടെ ചോദ്യം ചെയ്തതിനു ശേഷം കുറച്ചു നേരം അവിടെ ചെലവഴിച്ചതിന് ശേഷം പാലാ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പാലാ താലൂക്ക് ആശുപത്രിയിലെ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും മജിസ്ട്രേറ്റിനടുത്ത് കൊണ്ടുപോകുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി പി.സി. ജോർജിനെ കൊണ്ടുപോകുന്നത്. ശരി മിഥുൻ.